അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യുക എന്നത്. ഹജ്ജ് എന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് കഴിവുള്ളവൻ നിർവഹിക്കുക എന്നത് നിർബന്ധ ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ, ഹജ്ജ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു അവസരം ഹജ്ജിന് വേണ്ടി ലഭിക്കണമെന്നുള്ളത്. ഹജ്ജിന് പോകുന്നവരും എന്നാൽ ഇപ്പോൾ ഹജ്ജിന് അവസരം കിട്ടാത്തവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒന്നാമത്തത് ഹജ്ജിൻ്റെ മഹത്വമാണ്. ഹജ്ജ് എന്നാൽ വെറുതെ ഒരു തീർത്ഥാടന യാത്ര മാത്രമല്ല, മറിച്ച് അതിൻ്റെ പുണ്യങ്ങൾ മനസ്സിലാക്കിയുള്ള, അതിൻ്റെ റൂഹ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള യാത്രയും പ്രവർത്തനങ്ങളുമായിരിക്കണം എന്നതാണ്. അതിലൊന്നാമത്തത് ഏറ്റവും ഉത്തമമായ കർമ്മമാണ് ഹജ്ജ് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, ഈമാനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുക, റസൂലിൽ വിശ്വസിക്കുക എന്നതാണ്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, സുമ്മ മാദ, പിന്നെന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാ, റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം, സുമ്മ മാദ, പിന്നെ അതിനുശേഷം എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജ മബ്റൂർ, സ്വീകാര്യയോഗ്യമായ ഹജ്ജാകുന്നു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അഫ്ളലായ, ശ്രേഷ്ഠമായ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത്. അപ്പോൾ അതിന് അവസരം കിട്ടുന്നവർ മുഴുവൻ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ അതിഥികളാണ് ഈ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹാജു വൽ ഉമ്മാറു വഫ്ദുല്ലാ, ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി പഠിപ്പിച്ചു, ഇൻ ദഅൗഹു അജാബഹു, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് ഉത്തരം നൽകും. വ ഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും, അള്ളാഹുവിനോട് അവർ പാപമോചനം തേടുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിഥിയായി വന്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ടാതിഥികളായി വന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന പരിഗണനയാണ്. ഇനി മൂന്നാമത്തത്, പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ഒരു ഹജ്ജ് ചെയ്ത വ്യക്തിക്ക് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹു, ഒരു അനാവശ്യമായ വാക്കോ പ്രവൃത്തിയോ ഒന്നും ചെയ്യാതെ ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തി തിരിച്ചു മടങ്ങുന്നത് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവിച്ച് വീണ കുഞ്ഞിനെ പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ്. നാലാമത്തത്, നരകമോചനത്തിനുള്ള വലിയ അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹജ്ജിൻ്റെ വേളയിൽ ദുൽഹിജ്ജ 9 അന്ന് ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ദിവസം, അന്നത്തെ പ്രാർത്ഥന, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ, ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന ദിവസം എന്നത് അത് അറഫ ദിവസത്തിലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഗമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവെ സ്വർഗം നൽകണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്നുള്ള പ്രാർത്ഥനകളും പാപമോചന തേട്ടങ്ങളുമാണ് ഉണ്ടാകേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു. അഞ്ചാമത്തത്, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം അത് നമുക്ക് പ്രതിഫലമായി ഹാജിമാർക്ക് പ്രത്യേകമായി ലഭിക്കും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉ ഇല്ലൽ ജന്ന, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്താൽ അത് സ്വീകാര്യയോഗ്യമായ ഹജ്ജാണെങ്കിൽ അവന് പ്രതിഫലമായി കൊണ്ട് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മഹത്വമേറിയ, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന, അതിലുപരി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഈ ഒരു വലിയ നന്മ, ആ നന്മയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നാം ചെയ്യുന്ന പ്രവർത്തനം. അത് പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി, ഹാജി എന്ന വിളിപ്പേര് വരാനോ നാട്ടുകാരറിയാനോ വേണ്ടിയായിരിക്കരുത്. രണ്ടാമത്തത്, പ്രവാചകൻ എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത് അങ്ങനെ ഹജ്ജ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. മൂന്നാമത്തത്, അവിടെ എത്തുമ്പോൾ ജനസാഗരങ്ങൾക്കിടയിൽ നമ്മൾ
ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അവിടെ നമ്മൾ ക്ഷമയോടുകൂടി നിലകൊള്ളുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നാലാമത്തത് ബിദ്അത്തുകളെ സൂക്ഷിക്കണം. ഇന്ന് ഹജ്ജിൻ്റെ പേരിൽ പല വിധത്തിലുള്ള ബിദ്അത്തുകൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കുകയാണ്. അത്തരം ബിദ്അത്തുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ, സുന്നത്തായ രൂപത്തിൽ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.